ചോദ്യം ഉത്ഭവിക്കാറുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്താൽ നിങ്ങൾ മുമ്പ് ഹറാമാണെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴെങ്ങനെ ഹലാലായി എന്ന് ചോദിക്കും. ഒരേ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു മണ്ഡലത്തിൽ UDFന് വോട്ട് കൊടുത്തു, മറ്റേ മണ്ഡലത്തിൽ വോട്ട് കൊടുത്തില്ലെങ്കിൽ വോട്ട് കൊടുക്കാത്ത മണ്ഡലത്തിൽ ഹറാം എങ്ങനെ ഹലാലായി എന്നത് വ്യക്തമാക്കണം. വോട്ട് കൊടുക്കുന്ന മണ്ഡലത്തിൽ വേഗം കൊണ്ടുപോയി കൊടുക്കുകയും വേണം. ആ ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം മറുപടി അത്രത്തോളം പറഞ്ഞു കഴിഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ നാളുവരെ അതിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിൽ അതിനനുസൃതമായ നിലപാടുകൾ സ്വീകരിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം ജമാഅത്തെ ഇസ്ലാമി എന്താണ് ചെയ്തത്? ഒരു വലിയ അന്ധവിശ്വാസം ഇന്ത്യൻ ജനതയിലുണ്ടായിരുന്നു, മുസ്ലിങ്ങളിലുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം എന്നത് കേവലം ആരാധനാപരമായ കാര്യമാണ്. അത് നിർവഹിച്ചുകൊണ്ട് ഒരാൾക്ക് സോഷ്യലിസ്റ്റ് ആകാം, ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം, ഒരാൾക്ക് സാമുദായികവാദിയാകാം, ഒരാൾക്ക് വർഗീയവാദിയാകാം. ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റും ആയിത്തീരാൻ പറ്റും എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം മുസ്ലിങ്ങളിലുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസം ഇപ്പോഴും ചില മുസ്ലിങ്ങൾ വിട്ടിട്ടില്ല. അവർ മുസ്ലിങ്ങളാണ്, അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകളോ സോഷ്യലിസ്റ്റുകളോ സാമുദായികവാദികളോ വർഗീയവാദികളോ ആണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത്, ഒരാൾ മുസ്ലിം ആവുകയാണെങ്കിൽ മുസ്ലിം ആവുക തന്നെ വേണം. ജീവിതത്തിന്റെ എല്ലാ ഭാഗവും അയാൾ മുസ്ലിമായിരിക്കണം. അക്കാലത്ത് ഓതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഓതിയിട്ടുള്ള ഒരായത്തിന്റെ കഷ്ണമുണ്ട്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും ഭൗതിക പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, മുസ്ലിങ്ങളെ ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി അടർത്തിയെടുത്തു കൂട്ടി, ഒരുമിച്ച് കൂട്ടി. അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചാൽ ആളുകൾ അതിൽ നിന്ന് പിരിഞ്ഞു പോരുകയില്ല. അതുകൊണ്ട് വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച് വിവിധ ഇസകളിൽ നിന്നും സിദ്ധാന്തങ്ങളിൽ നിന്നും ആളുകളെ അടർത്തിയെടുത്ത് ഇസ്ലാമിനെ ആദർശമായും ജീവിത വ്യവസ്ഥയായും അംഗീകരിക്കുന്ന ഒരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്തു. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ ഒരു ഇസ്ലാമിക വിഭാഗമുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാന വ്യൂഹമുണ്ട്. ഇപ്പോൾ സംഗതി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ആ രണ്ടാം ഘട്ടത്തിൽ കടന്നുകൊണ്ട് ജമാഅത്ത് ചിന്തിക്കുന്നത്, ഇസ്ലാം ആദർശമായ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്, ഇസ്ലാമികമായ ജീവിത വ്യവസ്ഥയുടെ സ്ഥാപനം ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്, സമൂലമായ പരിവർത്തനത്തിന് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന് മറ്റു ഇസങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കാം? ജമാഅത്ത് എന്ന് പറയുന്ന കെട്ടുറപ്പുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തിന് സോഷ്യലിസത്തോട് എന്ത് നിലപാട് സ്വീകരിക്കാം? ശത്രുത പുലർത്തേണമോ? സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കണമോ? കമ്മ്യൂണിസത്തോട് എന്ത് നിലപാട് സ്വീകരിക്കാം? ശത്രുത തന്നെയായിരിക്കണമോ? സഹകരിക്കാവുന്ന ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമോ? ലോക മുതലാളിത്തത്തോട് എന്ത് നിലപാട് സ്വീകരിക്കാം? ശത്രുത വേണമോ? സഹകരിക്കാവുന്ന അളവിൽ സഹകരിക്കാമോ? ഫാഷിസത്തോടും വർഗീയതയോടും എന്ത് നിലപാട് സ്വീകരിക്കാം? ശത്രുത പുലർത്തേണമോ? സഹകരിക്കാവുന്ന അളവിൽ സഹകരിക്കാമോ? ചുറ്റും കാണുന്ന ഈ വ്യവസ്ഥകളോടും പ്രസ്ഥാനങ്ങളോടും കാഴ്ചപ്പാടുകളോടും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ചില ആളുകളെ അകറ്റി നിർത്തുകയും വേറെ ചില ആളുകളെ അടുപ്പിച്ചു നിർത്തുകയും ചെയ്യണമോ? ചില ആളുകളോട് സഹകരിച്ചുകൊണ്ട് ചിലതിനെതിരായിട്ട് സമരം ചെയ്യാമോ? ചെയ്യേണ്ടതുണ്ടോ? ഇത്യാദി കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പാകെ വരുന്ന രണ്ടാം ഘട്ടത്തിലേക്കാണ് നാം പ്രവേശിച്ചത്.
ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പ്രശ്നമല്ല. ഇതേ പ്രശ്നം ഫലസ്തീനിലുണ്ട്. ഫലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈജിപ്തിലെ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അവിടെയുള്ള തജമ്മു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സിറിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സിറിയയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് എങ്ങനെ സഹകരിക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടായിട്ടുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം അവിടങ്ങളിലെല്ലാം ആലോചിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവർ ഒരുമിച്ച് വേദി പങ്കിടുന്നു, ഒരുമിച്ച് പ്രസംഗിക്കുന്നു, ഒരുമിച്ച് മന്ത്രിസഭയിൽ ഉൾച്ചേരുന്നു. എന്നിട്ട് പൊതുശത്രുവായ ആഗോള മുതലാളിത്ത സാമ്രാജ്യത്വത്തിനെതിരായി അവർ നിലകൊള്ളുകയും ചെയ്യും. ഇത് ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ വന്നുചേരുന്ന മാറ്റമാണ്. ഈ മാറ്റം പക്ഷേ യാഥാസ്ഥിതിക മതസംഘടനകൾക്കറിയില്ല. ഉൽപ്പതിഷ്ടുക്കൾ എന്ന് പറയുന്നവരും ഈ വിഷയത്തിൽ യാഥാസ്ഥിതികരാണ്. അവർക്കും അറിയില്ല ഇത്. എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്? ലോകത്ത് മനുഷ്യന്റെ ശത്രുവാരാണ്, മിത്രമാരാണ്, ആരോടൊക്കെ സഹകരിക്കാം, ആരോടൊക്കെ സഹകരിച്ചുകൂടാ എന്നതിനെക്കുറിച്ച് ഈ മതസംഘടനകൾക്ക് വിശേഷിച്ചൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ചിന്തിക്കേണ്ടതില്ല. രാഷ്ട്രീയ രംഗത്തുള്ള കൂട്ടുകൂടലിനെ കുറിച്ച് ഇവരെന്തിന് ചിന്തിക്കണം? അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതല്ലേ? പക്ഷെ അവർ വിനീതമായ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ചിന്തിക്കാത്ത വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തരുത്. ജമാഅത്തെ ഇസ്ലാമി ഇതൊക്കെ ചിന്തിക്കുന്ന പ്രസ്ഥാനം. ഞാൻ പറഞ്ഞു, ആദ്യം ജമാഅത്ത് വിവിധ ഭൗതിക പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു സംഘത്തെ വളർത്തി. ആ സംഘം സ്വന്തം കാലിൽ നിന്ന് ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കെ ലോകത്തെയും ദേശത്തെയും വിലയിരുത്തിക്കൊണ്ട് ആരോട് ശത്രുത വെച്ച് പുലർത്തണം, ആരെ സഹകരിപ്പിക്കണം എന്ന വിഷയത്തിൽ ചർച്ച ചെയ്തേ പറ്റൂ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നു, അപ്പൊ ഇന്നലെ വരെ ചെയ്തത് തെറ്റായിരുന്നു, കമ്മ്യൂണിസത്തെ കുറ്റം പറഞ്ഞത് തെറ്റായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ വെറുതെ വിടും എന്ന് എനിക്ക് അഭിപ്രായമില്ല. നബിയോടും അവർ ചോദിക്കേണ്ടി വരും. 3 കൊല്ലം രഹസ്യ പ്രബോധനം നടത്തിയിട്ട് പരസ്യമായി അങ്ങാടിയിൽ ഇറങ്ങി പറയാൻ തുടങ്ങുമ്പോ പതുക്കെ ചോദിക്കുക, അല്ല ഈ 3 കൊല്ലത്തെ നയം തെറ്റായിരുന്നോ ശരിയായിരുന്നോ? അന്ന് ഹറാമായതെങ്ങനെ ഇപ്പോൾ ഹലാലായി? ഇപ്പൊ എന്തിനാണ് മലന്റെ മുകളിൽ ചേർന്ന് വന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ മാതിരി പറഞ്ഞാ പോരായിരുന്നോ എന്ന് നബിയോട് ചോദിച്ചിട്ട് കഴിയും. മദീനയിലേക്ക് ഹിജറ ചെയ്യുമ്പോ അവിടെ എത്തുമ്പോ കണ്ടില്ലേ, ഇന്നലെ വരെ മക്കയിൽ ജീവിച്ചത് തെറ്റായിരുന്നോ? ഇപ്പൊ മദീനയിലേക്ക് വന്നത് ശരിയാണെങ്കിൽ ഇന്നലെ വരെ ചെയ്തത് തെറ്റല്ലേ എന്ന് ആരും ചോദിക്കാറില്ല. ഹുദൈബിയ സന്ധി ഉണ്ടാകുമ്പോ ബദർ യുദ്ധം തെറ്റായിരുന്നോ? ഉഹദ് യുദ്ധം തെറ്റായിരുന്നോ? എന്തിനാണ് ഖുറൈശികളോട് സമരം ചെയ്തത്? വിശദീകരിക്കാൻ തയ്യാറാകണം എന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മക്ക വിജയത്തിലേക്ക് നടന്നു ചെല്ലുമ്പോ അപ്പൊ ഹുദൈബിയ സന്ധി പരാജയമായിരുന്നു, ഹുദൈബിയ സന്ധി തെറ്റായിരുന്നു, വിശദമാക്കണം എന്ന് പറയേണ്ടതില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് തന്നെ സ്വന്തം കാലിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഇതര മതസമൂഹങ്ങളുമായും ഇതര രാഷ്ട്രീയ ജനവിഭാഗങ്ങളുമായും ചേർന്നുകൊണ്ട് വേദി പങ്കിടുകയും അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് പൊതുശത്രുവിനെതിരെ നിലകൊള്ളുകയും ചെയ്യും. എന്താണ് പൊതുശത്രു? മനുഷ്യന്റെ പൊതുശത്രുവാരാണ്? ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുശത്രുവാരാണ്? ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നു, ആ പൊതുശത്രു
ബുഷ് നേതൃത്വം നൽകുന്ന, അമേരിക്കൻ ഭരണകൂടം നേതൃത്വം നൽകുന്ന ആഗോള സാമ്രാജ്യത്വ ശക്തിയാണ്. ഇതാണ് മനുഷ്യ സമൂഹത്തിന്റെ ശത്രു. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രു. ഇത് മനസ്സിലാക്കാൻ ഏത് കുട്ടിക്കും കഴിയും. അപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ, അത് അവിടെയല്ലേ, ഇവിടെ എന്താണ്? അങ്ങനെയല്ല. അത് അവിടെ ഇവിടെ എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ. ആ പരിപാടി ഇല്ലാതാക്കാൻ വേണ്ടി ലോകത്തെ അവർ ഗ്ലോബൽ വില്ലേജ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ ഒരു വില്ലേജാണ്, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിനൊരു മൂപ്പനുണ്ടാകും. ആ മൂപ്പനാണ് ബുഷ്, ഗ്രാമമൂപ്പൻ. ലോക ഗ്രാമത്തിന്റെ മൂപ്പനാണ് ബുഷ്. ആ മൂപ്പൻ പറയുന്നത് പോലെ മാത്രമേ ഈ ഗ്രാമത്തിൽ അഥവാ ലോകത്ത് കാര്യം നടക്കാവൂ. ഭൂമിയുടെ ഏത് തുണ്ടിൽ ചെന്നാലും, അമേരിക്കൻ വൻകരയിൽ ചെന്നാലും, ആഫ്രിക്കൻ വൻകരയിൽ ചെന്നാലും, ഏഷ്യയിൽ വന്നാലും, ഓസ്ട്രേലിയയിൽ ചെന്നാലും, ധ്രുവപ്രദേശങ്ങളിൽ ചെന്നാലും, ഗ്രാമത്തിൽ ചെന്നാലും, പട്ടണത്തിൽ ചെന്നാലും, ഒന്നാമത്തെ ചോദ്യം ജോർജ് ബുഷ് നേതൃത്വം നൽകുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വത്തെ സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്ന ചർച്ചയാണ്, എന്ന പ്രശ്നമാണ്. ഇത് കേരളത്തിന്റെയും പ്രശ്നമാണ്. ആ ബുഷിനെയും ബുഷ് നേതൃത്വം നൽകുന്ന സാമ്രാജ്യത്വ ശക്തിയെയും കേരളത്തിലേക്ക് പരവതാനി വിരിച്ച് സ്വീകരിച്ചു കൊണ്ടുവരണമോ, അതല്ല സാമ്രാജ്യത്വ ശക്തിയോട് നോ എന്ന് പറയണമോ? ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പിലുള്ള മൗലികമായ ചോദ്യം. ഇവിടെ രണ്ട് മുന്നണികൾ നമ്മുടെ മുമ്പാകെ വരുന്നു. ഒരു മുന്നണി മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തിയെ ഉടലോടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും വലിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന, അവരുടെ അധിനിവേശത്തെ പൂവിട്ട് പൂജിക്കുന്ന, അവരുടെ വികസന സങ്കല്പങ്ങളെ ആദരിക്കുന്ന, അവർ നടത്തുന്ന ആഗോളീകരണ പ്രക്രിയയെയും ഉദാരീകരണ പ്രക്രിയയെയും സ്വകാര്യവൽക്കരണ പ്രക്രിയയെയും വിശുദ്ധമായി സങ്കല്പിക്കുന്ന, ആ വിശുദ്ധിയിൽ നിന്ന് എന്തൊക്കെ നേടാനുണ്ടോ അത് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയാണ് ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് ആ ആഗോള മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തിയെ ഇഷ്ടപ്പെടാത്ത ഒരു മുന്നണിയാണ്. ഈ മുന്നണിക്കിടയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ മുന്നണിയുടെ വിഷയത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. നമുക്ക് രണ്ടാലൊന്ന് പറഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ബുഷ് നേതൃത്വം നൽകുന്ന സാമ്രാജ്യത്വത്തെയും അത് പ്രതിനിധാനം ചെയ്യുന്ന വികസനത്തെയും ഇവിടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനോട് നോ എന്ന് പറയുക. എന്നിലെ മനുഷ്യസ്നേഹി, നിങ്ങളുടെ മനുഷ്യസ്നേഹി പറയും, ആ സാമ്രാജ്യത്വത്തോട് നോ എന്ന് പറയണം, ഗോ ബാക്ക് എന്ന് പറയണം. എന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന മുസ്ലിം, നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന മുസ്ലിം പറയും, ആ സാമ്രാജ്യത്വ ശക്തിയോട് ഗോ ബാക്ക് എന്ന് പറയണം. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈമാനിന്റെ കാര്യത്തിൽ തന്നെയാണ് സംശയം. ഇറാഖിനെ കൊണ്ട് കുവൈത്തിനെ പിടിപ്പിച്ചു. എന്നിട്ട് കുവൈത്തിൽ ഊന്നി നിന്നുകൊണ്ട് അറബ് രാജാക്കന്മാരെ കൊണ്ട് കുവൈത്തിനെ ഇങ്ങോട്ട് ഇറാഖിനെ ഇങ്ങോട്ട് ആക്രമിപ്പിച്ചു. സ്വന്തം ആക്രമണം നടത്തി. കുവൈത്തിനെയും തകർത്തു, ഇറാഖിനെയും തകർത്തു. അറബ് രാജ്യങ്ങളിൽ മുഴുവൻ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി. അഫ്ഗാനിസ്ഥാനിൽ കാർപ്പറ്റ് ബോംബ് വർഷിപ്പിച്ച് ഒരു സംസ്കാരത്തെ നിലംപരിശാക്കി. ഇറാനിൽ കണ്ണുവെച്ചുകൊണ്ട് ഇറാനിനെതിരെ ദുർന്യായങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ബുഷിനെയും അവർ നേതൃത്വം നൽകുന്ന ലോക സാമ്രാജ്യത്വത്തെയും ഇന്ത്യയിലേക്ക് പരവതാനി വിരിച്ചു സ്വീകരിക്കുന്നതിനെ അംഗീകരിക്കണമോ,
അതല്ല അതിനോട് ഗോ ബാക്ക് എന്ന് പറയുന്നതിനെ അംഗീകരിക്കണമോ എന്ന ചോദ്യം വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഗോ ബാക്ക് എന്ന് പറയുന്ന സമൂഹത്തെ തെരഞ്ഞെടുത്തു. ഇത് വേണ്ടിയിരുന്നില്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇത് അമേരിക്കയും ഇറാഖും ഇറാനും ആയി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇതേ മുന്നണി തന്നെയാണ് അധികാരത്തിൽ വാഴുന്നതെങ്കിൽ, ഇപ്പോഴുള്ള മുന്നണി തന്നെയാണ് വാഴുന്നതെങ്കിൽ, ആ സാമ്രാജ്യത്വത്തിന്റെ വികസന അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെങ്കിൽ, ആ സാമ്രാജ്യത്വം നമുക്ക് പതിച്ചു നൽകുന്ന തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിലെ വായും മണ്ണും നശിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടുത്ത 5 വർഷവും കൂടി ഈ ഭ്രാന്തമായ ആഗോളീകരണ ഉദാരീകരണ പ്രക്രിയക്ക് കേരളത്തെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ ഉറച്ച നിലപാടാണ്. കാരണം ഈ നാട്ടിന്റെ മണ്ണിനെ അവർ വിറ്റുകളയും, ഇപ്പോൾ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നു. പ്ലാച്ചിമടയിലെ മഴനിഴൽ പ്രദേശമായ അതേ അവസരത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലത്തിന്റെ കേന്ദ്രമായ ആ പ്രദേശം വിദേശ കുത്തകകൾക്ക് വിറ്റുകഴിഞ്ഞു. പെരിയാറിന്റെ തീരങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. കൊച്ചി എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ നല്ല ഒരു ഭാഗം വിദേശ കുത്തകൾക്ക് വിൽക്കുന്ന കരാറ് ഒപ്പിടാൻ കഴിഞ്ഞില്ല എന്ന ഖേദത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നമ്മുടെ മണ്ണിനെ വിറ്റുകളയുകയും നമ്മുടെ വെള്ളത്തെ വിറ്റുകളയുകയും നമ്മുടെ വായുവിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഉദാരീകരണ ആഗോളീകരണ വികസന അജണ്ടയ്ക്ക് വേണ്ടിയാണോ നിങ്ങളുടെ വോട്ട്? അതല്ല ഇതിനോട് ഗോ ബാക്ക് എന്ന് പറയുന്ന സമൂഹത്തിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു മുന്നണിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നത്, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓരോ ഘട്ടത്തിലും നിന്ന് കഴിഞ്ഞ ഘട്ടത്തിൽ ഉള്ളത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു പുരോഗമന പ്രസ്ഥാനത്തിനും അതിന് മറുപടി പറയാൻ ബാധ്യതയില്ല. ചിലപ്പോൾ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയും മുന്നണിയും നോക്കാതെ വ്യക്തികളെ തന്നെ പരിഗണിക്കുന്ന ഒരവസ്ഥ സംഭവിച്ചേക്കാം. അത് അപ്പോഴത്തെ പ്രശ്നമാണ്. ഇപ്പോൾ പ്രശ്നം അതല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നു. ആ ചോദ്യം UDFന്റെ പ്രകടന പത്രിക തന്നെ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം എന്നല്ലേ? നിങ്ങൾ വികസനത്തിന്റെ അനുകൂലികളാണോ വികസന വിരുദ്ധരാണോ? അനുകൂലികളാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക, വിരുദ്ധരാണെങ്കിൽ ഞങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുക എന്നാണ് UDFന്റെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ വാചകത്തിന്റെ അർത്ഥം. ജമാഅത്തെ ഇസ്ലാമിക്ക് പറയേണ്ടി വന്നു, ഞങ്ങൾ നിങ്ങളുടെ വികസന അജണ്ടയുടെ കൂടെ നിൽക്കുന്നില്ല. നിങ്ങളുടെ വികസന കാഴ്ചപ്പാടിന്റെ മറുപക്ഷത്ത് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തേക്ക് ചായുകയല്ല, ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന സംഗതികളിൽ നിന്ന് അകന്നു പോവുക വഴി UDF ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. UDF LDFിലേക്ക് ജമാഅത്ത് അടുക്കുകയല്ല ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി നിന്നിടത്ത് നിൽക്കുക. UDF പക്ഷേ അമേരിക്കൻ അധിപത്യത്തിൽ കുറെ മുന്നോട്ട് പോയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നിടത്ത് നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. വളരെ അകന്നുപോയി നോക്കിയപ്പോ ഏറ്റവും കുറെ അടുത്ത് നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് മാത്രമേ ഉള്ളൂ. താരതമ്യേന അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ സഹായിക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുള്ളതിൽ 17 സീറ്റിലും ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷങ്ങൾക്കാണ് വോട്ട് ചെയ്തത്. വ്യക്തിപരിഗണനകളാണ് വോട്ട് ചെയ്തതെങ്കിലും അവരുടെ നിലപാടുകളും പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഈ 17 സീറ്റുകളിൽ വോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായി.
ആ പ്രതീക്ഷ എന്താണ്? ഇവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകസഭയിൽ ഒരു നല്ല ബ്ലോക്കായി നിൽക്കും. മൻമോഹൻ സിംഗിന്റെയോ സോണിയാഗാന്ധിയുടെയോ നേതൃത്വത്തിൽ നടക്കുന്ന അമേരിക്കൻ അടിമത്ത പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഇവർക്ക് ഒരളവോളമെങ്കിലും കഴിയും എന്നതായിരുന്നു ഒന്നാമത്തെ പ്രതീക്ഷ. ആ പ്രതീക്ഷയോട് അവർ നീതി പുലർത്തിയിട്ടുണ്ട് ഒട്ടൊക്കെ. ഇറാൻ വോട്ട് വന്ന സന്ദർഭത്തിൽ, ഓഹരി വിൽപ്പന നടന്ന സന്ദർഭത്തിൽ, ബുഷിനെ സ്വീകരിച്ച സന്ദർഭത്തിൽ, അതിലെല്ലാം ഇന്ത്യയിലെയും ലോകത്തെയും ഇസ്ലാമിക സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടുകൾക്ക് നന്ദി കാണിക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യതയാണ്. രണ്ടാമതായി നമ്മളൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരാതിരിക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു ശക്തിയായി കഴിഞ്ഞാൽ സാധ്യമാകും എന്നായിരുന്നു. പടച്ചവനെ സ്തുതി, ഇടതുപക്ഷങ്ങൾ ആ കാര്യത്തിൽ ഏതാണ്ട് പരിപൂർണമായി തന്നെ നമ്മോട് ഭീതി കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? UPA സർക്കാരിനെ പിന്തുണച്ചു. അവരുടെ ആഗോളീകരണ ഉദാരീകരണ നയങ്ങൾക്കെതിരായി നിലകൊണ്ടുകൊണ്ട് തന്നെ അവരെ പിന്തുണച്ചു. ചിലപ്പോ പരിഹാസത്തോടുകൂടി നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പം എന്ന് പറഞ്ഞിങ്ങനെ നിന്നാ മതി, അതുകൊണ്ട് പിൻവലിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഞാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ആലോചിച്ചാൽ UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിക്കുകയാണെങ്കിൽ അവിടെ വരാനുള്ളത് BJP-യാണ്. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ സമാധാനിക്കായിരുന്നു. പക്ഷെ അതല്ല സംഭവിക്കുക. BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഒരു അലയൻസ് രൂപപ്പെടുകയും എന്നിട്ട് ഇരുകൂട്ടരും കൂടി ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യും. കോൺഗ്രസിനൊരു മൃദുഹിന്ദത്വ സമീപവും BJP-യുടെ സമീപനവും ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും പിന്നാക്ക ജനവിഭാഗങ്ങളും വമ്പിച്ച കഷ്ടപ്പാടുകൾ പേറേണ്ടതായി വരും. അതുകൊണ്ട് UPA സർക്കാരിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിക്കുന്നില്ല. RSSന്റെ ഒരു ആഹ്വാനമുണ്ട്. കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണന നയം ഉപേക്ഷിക്കുന്നുവെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കുവാൻ സംഘപരിവാർ സന്നദ്ധമാണ് എന്നുള്ളതാണ് അവരുടെ ആഹ്വാനം. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പിൻവലിച്ചാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി കൂടിയിട്ട് ഒരു ഭരണം ഉണ്ടാക്കി കളയാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കാതിരിക്കുന്നത്. അപ്പോ ലോക സാമ്രാജ്യത്വത്തെ തടയിടുന്ന വിഷയത്തിലും ദേശീയ തലത്തിൽ ഫാസിസത്തെ തടയിടുന്ന വിഷയത്തിലും നമ്മൾ 17 ആളുകൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സാക്ഷിക്ക് ഒരു വിഷമവുമില്ലാതെ സമാധാനിക്കാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഈ 2 പോയിന്റുകളാണ് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനവും ഫാസിസ്റ്റ് വിരുദ്ധ സമീപനവുമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടതുപക്ഷത്തോടുള്ള ആഭിമുഖ്യം ഉണ്ടാകുവാനുള്ള കാരണം. വേറൊരു കാരണം. അതുപോലെ തന്നെ ആ സാമ്രാജ്യത്വത്തോടനുകൂലമായിട്ടുള്ള വികസന അജണ്ടക്കെതിരാണ് എന്നുള്ള കാര്യം. ഇതൊരു താരതമ്യേന മെച്ചപ്പെട്ടതേതില്ല. 2 നിലപാടുകളിൽ ഒന്ന് സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ഒരു നിലപാടിനെ നാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ് കാര്യം. എന്നുവെച്ച് ഇടതുപക്ഷത്തിന്റെ എല്ലാ വൃത്തികേടുകളെയും നമ്മൾ പിന്തുണക്കണം, അതിനൊക്കെ മറുപടി പറയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി ഇവരധികാരത്തിൽ വന്ന് അവരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ഉടനെ കോഴിക്കോട്ടേക്ക് ഫോൺ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാം അതിനെതിരെ ശബ്ദിച്ചിരിക്കും. കാരണം അവരോട് നമുക്കൊരു ബാധ്യതയില്ല. എതിർക്കേണ്ട പോയിന്റുകളിൽ എതിർക്കുക തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ വന്നാലും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനല്ലേ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് എന്ത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൽ കാഴ്ചപ്പാടുകളുടെ വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾക്കൊടുവിൽ കേരളത്തിന്റെ മുമ്പാകെ വെക്കാവുന്ന ഒരു മാനിഫെസ്റ്റോ കേരളത്തിന്റെ മുമ്പാകെ അവർ വെച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ തീർച്ചയായും
നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന വികസന കാഴ്ചപ്പാടിനോട് UDF-നേക്കാൾ വളരെയധികം നീതി പുലർത്തുന്ന ഒരു മാനിഫെസ്റ്റോ ആണ്. അതുകൊണ്ടാണ് നാം അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അതിന് വിരുദ്ധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുവാൻ അവരും ഇവിടെ ഉണ്ടാകും, നമ്മളും ഇവിടെ ഉണ്ടാകും. അതൊന്നും നിർത്തിപ്പോകുന്ന പ്രശ്നമില്ല. കോൺഗ്രസിന്റെ പ്രശ്നം അല്പമെങ്കിലും ഇതിലൊക്കെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആ മുന്നണിയിൽ തന്നെ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ആന്റണി ഉണ്ടായിരുന്ന കാലത്ത് വല്ലാത്ത വൃത്തികേടുകൾ ചെയ്യുമ്പോൾ ഒരു അസ്ഖ്യത ഉണ്ടായിരുന്നു. ഞാനൊരു മൂല്യത്തിന്റെ ആളൊക്കെ ആണല്ലോ, ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ വല്ലാത്ത വൃത്തികേടുകളൊന്നും സംഭവിക്കരുതല്ലോ എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം ആ അസ്ഖ്യത പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹവും മുന്നണി നേതാക്കന്മാരും ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തെ ഒരു വഴിക്കിങ്ങനെ നയിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. UDF-ലാകും LDF-ലാകുമ്പോൾ അവർക്ക് വല്ലാതെയൊന്നും വഴിതെറ്റിപ്പോകാൻ കഴിയാത്ത വിധമുള്ള ഒരു സമ്മർദ്ദ ശക്തി അതിന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുതലാളിത്തത്തിലേക്ക് പോകുമ്പോൾ, മുതലാളിത്തത്തിന് അടിയറവ് പറയുമ്പോൾ കുറച്ച് കമ്മ്യൂണിസ്റ്റുകളെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് എന്നുള്ളതും രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു കാരണം. അപ്പൊ വേറെ ചില ആളുകൾ പറയുന്നു, നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യുക? കമ്മ്യൂണിസ്റ്റുകൾ മതവിരുദ്ധരല്ലേ? മതവിരുദ്ധർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? നിലപാട് വിശദീകരിക്കണം എന്നൊക്കെയാണ് മതസംഘടനകൾ നമ്മളോട് പറയുന്നത്. മതസംഘടനകൾ എന്താന്ന് വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംഘടനയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിലൊരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാവില്ല എന്നുള്ളത്. അതിൽ വെള്ളം ചേർന്ന സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടാവൂ. എന്നാൽ സ്വന്തം അണികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന ആളുകൾ നിലനിൽക്കെ ജമാഅത്തെ ഇസ്ലാമിയോട് പറയാണ്, നിങ്ങൾ എങ്ങനെ മതവിരുദ്ധർക്ക് വോട്ട് ചെയ്യുക, അതൊന്ന് വ്യക്തമാക്കണം എന്ന്. അത്തരം മതസംഘടനകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു പ്രസ്താവന നടത്താൻ തയ്യാറാകണം. ഞങ്ങളുടെ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായ ആരെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് രാജിവെച്ച് ഇസ്ലാമിൽ ചേരേണ്ടതാണ് എന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ ഈ മതസംഘടനകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് ഈ മതസംഘടനകളുടെ ഫത്വകൾ വരുന്ന സമയം അറിയോ നിങ്ങൾക്ക്? എപ്പ ഫത്വ വരികയാണെങ്കിലും അത് അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഫത്വയായിരിക്കും. 1960-കളിൽ വിമോചന സമരം ഉണ്ടായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിൽ കക്ഷി ചേർന്നില്ല. കക്ഷി ചേരാത്തവൻ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വയുണ്ടായിരുന്നു അന്ന് 60-കളിൽ. കക്ഷി ചേരാത്തവൻ കാഫിറാണ്. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്തവൻ കാഫിറാണ് എന്നാണ് ഫത്വ. നമ്മളെ കാഫിറാക്കാൻ വേണ്ടി. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഇന്ദിരാഗാന്ധിക്കും അവർ നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുമെതിരായി. കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ നിന്നും മധ്യേന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. അന്ന് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ മുസ്ലിങ്ങളോടൊപ്പം നിന്നു. അപ്പോഴും ഫത്വ വന്നു. പണ്ഡിതന്മാർ അവര് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി കാഫിറാണ്, കാരണം കോൺഗ്രസിനും ലീഗിനും വോട്ട് ചെയ്തിട്ടില്ല. ബാബരി മസ്ജിദ് ഇഷ്യൂവിന് ശേഷം കോൺഗ്രസ് വിരുദ്ധമായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ ഇന്ത്യയിലെ മൊത്തം വികാരം. ആ വികാരത്തോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി നിന്നു. എന്നാൽ മുസ്ലിം ലീഗ് ആ വികാരത്തിൽ നിന്ന് ഉളംതിരിഞ്ഞ് കോൺഗ്രസിനോടൊപ്പം നിന്നു. അന്നും ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കണം, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യുക, എങ്ങനെയാണ് ഹറാമ് ഹലാലാവുക എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമി അന്ന് വിശദീകരിക്കണം. ഈ മതസംഘടനകളുടെ ഒന്നും വർത്തമാനത്തിൽ ഒരു കഴമ്പുമില്ല. പാർട്ടി ആഫീസിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ ഒരു പ്രസ്താവന.
മുസ്ലിം ലീഗിനാണ് അനുകൂലമായി വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രസ്താവനയും ചെയ്യാൻ അവർ വിളിച്ചു പറയൂല, ഇവരൊട്ട് ഇറക്കൂല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന്റെ അവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് വലിയൊരു അബദ്ധമായിരുന്നുവെങ്കിൽ 57-ലും 67-ലും ഒക്കെ ആ അബദ്ധം സംഭവിച്ചു എന്ന് പറയുവാൻ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും തയ്യാറാകണം. എന്തിനധികം പറയുന്നു, ഇപ്പൊ തന്നെ UDF-നാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ ചുരുങ്ങിയത് 3 പാർട്ടിക്കെങ്കിലും നമ്മൾ വോട്ട് ചെയ്യണം. കമ്മ്യൂണിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. CPM-ല് മാർക്സിസ്റ്റ് എന്നത് ബ്രാക്കറ്റിലാണ്, എന്നാൽ CMP-യിൽ ബ്രാക്കറ്റിൽ നിന്ന് പുറത്ത് പേരിന്റെ യഥാർത്ഥയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. MV രാഘവന്റെ CMP. ഈ CMP-ക്ക് മുസ്ലിങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഈ മതസംഘടനകളോ ആ മതസംഘടനകളോട് ഈ പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ സാധ്യമാണോ? റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP എന്ന് പറഞ്ഞിട്ട് അതിന്റെ 2 കഷ്ണങ്ങളെങ്കിലും ഇപ്പോ UDF-ന്റെ കൂടെ ഉണ്ട്, ചുരുങ്ങിയത് 2 എണ്ണം. അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പ്രസ്താവന പുറപ്പെടുവിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ പ്രസ്താവന കൊടുക്കുന്ന മതസംഘടനകൾക്കോ സാധ്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഇങ്ങനെയൊക്കെ കൂടി അങ്ങോട്ട് ചോദിക്കുമ്പോഴേക്ക് ചൂളിപ്പോകും, എന്നിട്ട് മറുപടി പറയാതെ ഇങ്ങനെ വായു ഉണങ്ങിപ്പോകും എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. മറുപടി പറയാനുണ്ട്. നമ്മളും വിചാരിച്ചത് കുറച്ചിങ്ങോട്ട് വരട്ടെ. ചില ജമാഅത്ത് പ്രവർത്തകർ എന്നോട് ചോദിക്കുകയുണ്ടായി, നമുക്ക് ഇത്ര വലിയൊരു വിവാദത്തിലേക്ക് പോണോ? തലേന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നു, എന്നാലും ഞങ്ങളൊക്കെ വോട്ട് ചെയ്യൂലായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. നല്ല ചോദ്യമാണ്. പക്ഷേ നേരത്തെ കൂട്ടി പറഞ്ഞത് കുറച്ചിങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഹോമിയോ മരുന്ന് കൊടുക്കുന്നത് പോലെയാണ്. ഹോമിയോ മരുന്ന് കൊടുത്താൽ രോഗം അങ്ങോട്ട് കൂടും. ചൊറിയാണെങ്കിൽ അങ്ങോട്ട് ചൊറിഞ്ഞ് പൊട്ടിങ്ങനെ ഒലിക്കാൻ തുടങ്ങും. അത് ചെന്ന് വീണ്ടും ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ പറയും നരിക്ക് വെടിക്കൊണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, ഇളക്കം തുടങ്ങിയിരിക്കും. എന്നോടടുത്ത് ഒരു ഹോമിയോ ഡോക്ടർ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ട് കൊണ്ടുചെന്നു. ആകെ വെറി പിടിച്ച് നാശമായിട്ട് കുട്ടിയെ കൊണ്ടുചെന്നപ്പോ അയാൾ എന്നോട് ചോദിച്ചു, അല്ല ഇത് വേണ്ടത്ര പൊന്തുന്ന് കാണുന്നില്ലല്ലോ, വല്ല ഇംഗ്ലീഷ് മരുന്നും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? വിഷമിച്ചിട്ട് ചെന്നതാ, ദേഷ്യം പിടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? ഇത് കുറച്ച് ഹോമിയോ മരുന്ന് കൊടുക്കുന്നത് പോലെ അങ്ങോട്ട് കൊടുത്തിട്ട് കുറച്ചിങ്ങോട്ട് വരാനുണ്ട്. ആ വരുന്നതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് കഴുകി ശ്രദ്ധയാക്കി വൃത്തിയാക്കി പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയുള്ള ഒരു നിലപാടിലേക്ക് നമുക്കെത്താം. ഈ മതസംഘടനകളുടെയൊക്കെ പ്രഖ്യാപനങ്ങളും വിമർശനങ്ങളും വരുന്നത് നരിക്ക് വെടികൊണ്ടിട്ടുണ്ട് എന്ന സ്വഭാവത്തിൽ മനസ്സിലാക്കണമെന്നാണ് എന്റെ പ്രസ്ഥാന പ്രവർത്തകരോട് എനിക്ക് പറയാൻ. കുറച്ചിങ്ങോട്ട് വരട്ടെ, കുറച്ചൊക്കെ നമുക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും. എല്ലായിടത്തും മൈക്ക് വെച്ച് മറുപടി പറയണം എന്ന് പറയുകയല്ല, നമ്മുടെ ചില വിഷയങ്ങൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ വയലാർ രവിയുടെ ഒരു പ്രസ്താവന വന്നു. ഞാൻ കേട്ടു ഒരു സുദിനത്തിൽ മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട് എന്ന്. ഈ 2 പ്രസ്താവനയിലും പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിച്ചിട്ടില്ല എന്നാണത്രേ. എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, വയലാർ രവി ഒരുപക്ഷെ പ്രവാസികാര്യ വകുപ്പ് ഏറ്റെടുത്തതുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം. മറന്നുപോയിട്ടുണ്ടെങ്കിൽ KPCC പ്രസിഡന്റിനോടും മുഖ്യമന്ത്രിയോടും മുൻ മുഖ്യമന്ത്രി AK ആന്റണിയോടുമൊക്കെ ഒന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ട് മതിയായിരുന്നു ആ പ്രസ്താവന. അല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയോട് വോട്ട് ചോദിക്കുക, ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വോട്ട് സ്വീകരിക്കുക എന്നുള്ളത്
എന്താ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ ഞങ്ങൾ? ഞങ്ങൾ നികുതി കൊടുക്കുന്നില്ലേ? നികുതി വെട്ടിപ്പ് നടത്തുന്നവരാണോ ഞങ്ങൾ? ഞങ്ങൾക്കിവിടെ റേഷൻ കാർഡില്ലേ? ഞങ്ങൾക്കിവിടെ വോട്ടില്ലേ? ഐഡന്റിറ്റി കാർഡില്ലേ? പൗരത്വമില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ആരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരു കുറ്റാണോ? ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിലേക്ക് വരുമ്പോ ആരെങ്കിലും തലയിൽ മുണ്ടിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അത്ര മോശപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുക, നാട്ടിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വളർച്ച ഉണ്ടാക്കുക, സെക്സ് റാക്കറ്റിന് നേതൃത്വം നൽകുക, ഈ ജാതി പണി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ജമാഅത്തെ ഇസ്ലാമി ഓഫീസിലേക്ക് വരുന്നവൻ തലയിൽ മുണ്ടിട്ട് വരേണ്ട കാര്യമുള്ളൂ? തലയിൽ മുണ്ടിടാൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആഫീസിലേക്ക് ഏത് പാർട്ടി പ്രവർത്തകർക്കും കയറി വരാം. കയറി വന്നിട്ടുമുണ്ട്, എല്ലാവരും കയറി വന്നിട്ടുണ്ട്. അതൊന്നും ആ അർത്ഥത്തിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല. ഇനി ജമാഅത്തെ ഇസ്ലാമി മറ്റു സംഘടനകളുടെ അടുത്തേക്ക് പോകുന്നു, അതിലും നമുക്കൊരു വിഷമവുമില്ല. ഇന്ദിരാഭവനിലും പോകാറുണ്ട്, AKG സെന്ററിലും പോകാറുണ്ട്, RSS ആസ്ഥാനങ്ങളിൽ പോകാറുണ്ട്, സെമിനാറുകളിൽ പോകാറുണ്ട്, ചർച്ചിൽ പോകാറുണ്ട്, എല്ലായിടത്തും ഞങ്ങൾ എത്തിപ്പെടാറുണ്ട്. കാരണം സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് സമൂഹവുമായി സംവദിക്കാൻ നിവൃത്തിയില്ല. RSSന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറി പോകുമ്പോ ഞങ്ങൾ തലയിലാടും മുണ്ടിടാറില്ല, മുണ്ടിടാതെ തന്നെയാണ് പോകാറുള്ളത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്തിലേക്ക് ഇങ്ങോട്ട് വരാനോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് നിന്ന് വേറെ ഒരു സമൂഹത്തിന്റെ ആസ്ഥാനത്തേക്ക് കയറിപ്പോകാനോ തലയിൽ മുണ്ടിടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വയലാർ രവിയെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അത് പറയരുതായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഇത്തവണത്തെ വോട്ട് നിലപാടുകളുടെ പേരിലുള്ള വോട്ടാണ്. ചില ആളുകൾ ചോദിക്കുന്നു, എന്നാലും മുസ്ലിം ലീഗിലെ കുറച്ചാളുകൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൂടായിരുന്നോ? നല്ല മനുഷ്യരുണ്ടായിരുന്നില്ലേ അവരിൽ? തീർച്ചയായും മുസ്ലിം ലീഗിൽ ധാരാളം നല്ല മനുഷ്യരുണ്ട്. നേതൃസ്ഥാനത്ത് തന്നെ വലിയ മനുഷ്യരുണ്ട്. മനുഷ്യരെന്ന നിലയ്ക്ക് വലിയ മനുഷ്യർ. ഞങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. വ്യക്തിപരിഗണനകൾ വെച്ചുകൊണ്ട് വോട്ട് ചെയ്ത സന്ദർഭത്തിലെല്ലാം അവർക്ക് നാം വോട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ വോട്ട് വ്യക്തിപരിഗണനകൾ കൊണ്ടുള്ള വോട്ടല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തിയെ സ്വീകരിക്കണമോ ഫാസിസത്തോട് രാജിയാകണമോ എന്നീ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലുള്ള നിലപാടുകൾക്കുള്ള വോട്ടാണ് എന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ പോലും വളരെ പ്രഗത്ഭരായ നല്ല മനുഷ്യരെ പോലും ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ നല്ല മനുഷ്യരാണ് സാമ്രാജ്യത്തെ അനുകൂലമായ പ്രതിലോമപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിലുണ്ടായിരുന്നു. എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും കരിമണൽ ഖനനമാണെങ്കിലും അതിന്റെയൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നത് അവരാണ് എന്നൊരു ദുഃഖം ഞങ്ങളുടെ മനസ്സിലുണ്ട്. മുസ്ലിം ലീഗിനെ തകർക്കണമെന്നോ മുസ്ലിം ലീഗിനെ നശിപ്പിക്കണമെന്നോ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് ഞാൻ. മുസ്ലിം ലീഗിനെ തകർക്കാൻ കഴിയുക മുസ്ലിം ലീഗിന്റെ തന്നെ നേതാക്കൾക്കാണ് എന്നുള്ള ഒരു ഭയവും ഞങ്ങൾക്കുണ്ട്. വിശദീകരിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഈ തീരുമാനത്തെ അതിന്റെ സ്വഭാവത്തിൽ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാഷിസത്തിന്റെയും സാമ്രാജ്യത്വ ശക്തിയുടെയും ആപത്തിൽ നിന്ന് ഇസ്ലാമിക ലോകത്തെയും ഇന്ത്യൻ മുസ്ലിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. കേരളത്തിന്റെ തനിമയോടുകൂടി നിലനിർത്താനും കേരള മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാനും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും സൗഹാർദ്ദമുണ്ടാക്കിയെടുക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.